ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മോൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടിയിട്ട് ഒരു അംബ്രല്ല ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്രോക്കും ചെയ്തെടുക്കുന്നത്. മെറ്റീരിയൽ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് കരുതി ചെയ്തതല്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്തതിന് ശേഷമാണ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ സ്കേർട്ടിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആകെ 2 മീറ്ററാണ് എൻ്റെ കയ്യിൽ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ടായിരുന്നത്. ക്രേപ്പാണ് ലൈനിങ്ങിന് എടുത്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ നേരത്തെ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. അപ്പോൾ സ്കേർട്ടിനും പോയിട്ട് ഞാൻ യോക്ക് പീസൊക്കെ ജോയിൻ ചെയ്താണ് ഇതിലെടുത്തിട്ടുള്ളത്. സ്കേർട്ട് ഞാൻ അംബ്രല്ല ടോപ്പിന് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൽ നിന്ന് 1 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ കുറച്ചിട്ട് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മുടെ മെയിൻ ക്ലോത്തായിട്ട് വരുന്നത്. ഇതിലാകെ കൂടെ എൻ്റെ കയ്യിൽ 2 മീറ്ററേ തുണി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് അംബ്രല്ല ഷേപ്പിൽ സ്കേർട്ട് കട്ട് ചെയ്തെടുത്താൽ യോക്ക് പീസിനൊന്നും തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പ്ലീറ്റഡ് ആയിട്ടുള്ള ഫ്രോക്കായിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു തുണിയും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 28 ഇഞ്ച് ലെങ്തിന് ആണ് ഞാൻ ഈ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ സ്കേർട്ടിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ചിട്ട്. സ്കേർട്ട് പീസ് കട്ട് ചെയ്തിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. അതുകൊണ്ട് തന്നെ സ്കേർട്ടിൻ്റെ കട്ടിങ് ഇതിൽ കാണിച്ചിട്ടില്ല. ഈ ഒരു മോഡലിൽ തന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു ഫ്രോക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു സെയിം അളവിലാണ് ഈ ഒരു തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കട്ടിങ് മനസ്സിലാവാത്തവർ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലെങ്ത് അനുസരിച്ചിട്ട് സ്കേർട്ട് കട്ട് ചെയ്തിട്ട് താഴ്ഭാഗത്തുനിന്ന് ഇത്രയും തുണിയാണ് മിച്ചം വന്നിട്ടുള്ളത്. ഇതിൽ നിന്നാണ് ഞാനിവിടെ യോക്ക് പീസസ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൽ ബാലൻസ് വന്ന തുണി കൊണ്ടാണ് ഞാൻ ഷോൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത്രയും തുണിയും കൂടെ മിച്ചം വന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ചെറിയ സ്ക്വയർ പീസ്. അപ്പോൾ സെയിം കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മെറ്റീരിയലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി. അപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് നമുക്ക് ഈ ഒരു തുണിയിൽ നിന്ന് തന്നെ യോക്ക് പീസും കൂടെ കട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി നമുക്ക് യോക്ക് പീസിൽ വയ്ക്കാനുള്ള ലൈനിങ് ക്ലോത്താണ് എടുക്കേണ്ടത്. അപ്പോൾ അതൊട്ടും തന്നെ തുണി തികയുമായിരുന്നില്ല സ്കേർട്ടിനും പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ പീസസ് വെച്ചിട്ട് കൂട്ടി സ്റ്റിച്ച് ചെയ്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്തും കൂടെ കുറച്ച് പതിച്ചടിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതിനും തുണി വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ സ്കേർട്ടിൻ്റെ പീസസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് യോക്ക് പീസ് ലൈനിങ് ക്ലോത്തിൽ ആദ്യം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ക്രേപ്പ് ഇതേപോലെ 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ജോയിൻ ചെയ്തെടുത്ത പീസസ് ആണ് കേട്ടോ, ലൈനിങ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഒരു 6 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈക്കുഴിയുടെ ഭാഗത്തും ഒരു 6 ഇഞ്ചസ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ചെസ്റ്റിൻ്റെ അളവ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് ഞാനൊരു 8 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ അളവുകൾക്കനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. യോക്ക് പീസിൻ്റെ ടോട്ടലായിട്ടുള്ള ലെങ്ത് ഞാനൊരു 11.5 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. ഇനി താഴ്ഭാഗത്തെ വണ്ണം എത്രയാണോ വേണ്ടത്, അതായത് ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം എത്രയാണോ അതും കൂടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് യോക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്ക് പീസിലേക്കുള്ള ലൈനിങ് ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ മെയിൻ ക്ലോത്ത് ഈ ഒരു ഷേപ്പിന് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് പിന്നീടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു ലൈനിങ് ക്ലോത്തിൽ തന്നെ ഞാനിവിടെ ഫ്രണ്ട് നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഫ്രണ്ട് നെക്കിൻ്റെ വീതി ഞാനൊരു 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നീളം 3.5 ഇഞ്ചസാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്രയാണോ നെക്കിൻ്റെ നീളവും വീതിയും വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു നെക്ക് ലൈൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു കർവി ഷേപ്പിനൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പിനായിരിക്കും നെക്ക് കിട്ടുന്നത്. ഇനി ആ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് നമുക്ക് ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ ഒരു കർവി ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴ്ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് ഒരു 2 ഇഞ്ച് വിഡ്ത്തിനനുസരിച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കും. താഴ്ഭാഗത്തുനിന്ന് ആം ഹോളിൻ്റെ വശത്തേക്ക് പോകുമ്പോൾ ഇതേപോലെ ഒരു 2 ഇഞ്ചസിലാണ് നമ്മൾ അതിൻ്റെ വീതി കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തപ്പോൾ വീഡിയോ റെക്കോർഡ് ആയില്ലായിരുന്നു കേട്ടോ. സൈഡിലെ ആം ഹോളിൻ്റെ ഭാഗം കളയരുത്, അത് നമുക്ക് തുണി വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് ക്ലോത്ത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ മീതെ ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തുണിയുടെ നല്ല വശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് ആദ്യം നെക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അതിനുശേഷം തുണിയിൽ നെക്കിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ വന്ന തുണി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ ഭാഗത്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു നെക്ക് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു നെക്ക് ഇതേപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്.
അതിനുശേഷം നമുക്കിതിൻ്റെ കൂടെ തന്നെ ആ ഒരു ആം ഹോൾ ഉണ്ടല്ലോ, രണ്ട് സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എക്സ്ട്രാ വന്ന തുണി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഫ്രണ്ട് പീസ് കിട്ടുന്നത്. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ തുണി, ആ ഒരു തുണിയുടെ അളവിനനുസരിച്ചിട്ട് ഈ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് സൈഡിൽ തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു പീസ് തുണിയും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് സൈഡിലേക്കും അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ ലൈനിങ് ക്ലോത്ത്, അതാണ് വയ്ക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം കളറിൽ തന്നെ എടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ മെറ്റീരിയൽ കുറവായതുകൊണ്ട് ആ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഞാനിത് സ്റ്റിച്ച് ചെയ്യുവാണേ. അപ്പോൾ ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നെക്ക് ലൈനിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ തയ്ക്കുമ്പോൾ നെക്ക് ലൈനും ആം ഹോളും തമ്മിൽ മാറിപ്പോകരുത്. എന്നിട്ട് എക്സ്ട്രാ വന്ന തുണി കട്ട് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിത് നല്ല വശം പുറമേക്ക് എടുക്കുമ്പോൾ നല്ല ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ നല്ല വശം പുറമേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് പതിച്ചടിച്ചും കൂടെ എടുക്കാം. കണ്ടോ? അതിനുശേഷം ഇതിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും, രണ്ട് തുണിയായിട്ട് ഇരിക്കുമ്പോൾ. അതും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത സൈഡും ഇതേപോലെ തന്നെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് യോക്ക് പീസുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കറക്റ്റായിട്ടുള്ള നെക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ചസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിവർത്തി ഇടുമ്പോൾ 6 ഇഞ്ച് കിട്ടും. അപ്പോൾ കറക്റ്റ് ആ 2 പോയിൻ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു പാച്ചിൻ്റെ തുണി ഉണ്ടല്ലോ, അത് ഇതേപോലെ വെച്ച് കൊടുക്കാം. കണ്ടോ? ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് വെച്ച് കൊടുക്കുക. നമുക്ക് ലെങ്ത് എത്ര വേണമെന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അതായത് നമ്മൾ നെക്ക് കട്ട് ചെയ്തപ്പോൾ 3.5 ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ തുണി വെച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ ലെങ്ത് 3.5 ഇഞ്ചും കൂടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്യുകയാണ്, നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? അപ്പം നമ്മളിങ്ങനെ പിൻ വെച്ച് കൊടുക്കുമ്പോൾ നെക്കിൻ്റെ ലെങ്തും അതുപോലെ തന്നെ വിഡ്ത്തും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതേ അളവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ തയ്ച്ചതിന് ശേഷം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്കാണുള്ളത്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ് എടുക്കുന്നത്. നീളം ഒരു 3.5 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട്. കാരണം ഇതിൽ ഞാൻ സിബ്ബറൊന്നും വയ്ക്കുന്നില്ല. ഇതൊരു ബോക്സാക്കി വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് റൗണ്ട് നെക്കും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഇടാനും ഊരാനുള്ള എളുപ്പത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പണിങ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സിബ്ബർ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കളറിലുള്ള സിബ്ബറൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെ ബാക്ക് നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. തുണിയുടെ നല്ല വശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പതിച്ചടിച്ചെടുക്കണ്ട, അത് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് പതിച്ചടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് തുണികളുടെയും ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബാക്ക് നെക്ക് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു രീതിയിലാണ് നമ്മുടെ യോക്ക് പീസ് കിട്ടുന്നത്. ഇതിലിനി ഞാനൊരു ചെറിയ സ്ലീവും കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല, കാരണം ലാസ്റ്റ് മിനിറ്റിലാണ് സ്ലീവ് വയ്ക്കാമെന്ന് തോന്നിയത്. ഒരു 3 ഇഞ്ച് നീളത്തിനാണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തുണിയുടെ നല്ല വശത്തായിട്ട് ഇതേപോലെ സ്ലീവ് വെച്ച് കൊടുത്തിട്ട് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നിങ്ങൾക്ക് സ്ലീവ്ലെസ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് ആ ഒരു ആം ഹോൾ ഒന്ന് പതിച്ചടിച്ചെടുത്താൽ മതി, നല്ല ഫിനിഷിങ്ങിൽ കിട്ടിക്കോളും. ഇതേപോലെ അടുത്ത സൈഡിലും സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡിലും ഈ ഒരു രീതിയിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ യോക്ക് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് തയ്ക്കാം. അപ്പോൾ മെയിൻ ക്ലോത്താണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലിനി നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ച് വിഡ്ത്തിന് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഒറ്റ പ്ലീറ്റായിട്ട് അങ്ങനെ ഇട്ട് പോയാൽ മതി. അതിനുശേഷം നമുക്ക് ആ ഒരു ബേസ് റൗണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ പ്ലീറ്റ്സിൽ. അപ്പോൾ ഇത് സ്കേർട്ടിൻ്റെ തുണിയിൽ ഇതേപോലെ 1 ഇഞ്ച് വീതിക്കുള്ള പ്ലീറ്റ്സ് ഇട്ട് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ? പിന്നെ നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുമ്പോൾ രണ്ട് സൈഡിലും 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയതാണ്. കണ്ടോ? ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനി നമുക്ക് ലൈനിങ് ക്ലോത്തുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം.
ലൈനിങ് തുണിയുടെ നല്ല വശത്തായിട്ട് ഇതേപോലെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഇതേപോലെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ആ ഒരു അരവണ്ണം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് യോക്ക് പീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പം ഈസി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൽ യോക്ക് പീസും സ്കേർട്ട് പീസും ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ യോക്ക് പീസിൻ്റെ ഷേപ്പ് ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വള്ളിയൊന്നും വയ്ക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ടുള്ള ഷേപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു യോക്ക് പീസ് ഉണ്ടല്ലോ അത് നമ്മുടെ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല വശങ്ങൾ തമ്മിലായിരിക്കും ഉള്ളിൽ വരുന്നത്. പുറമേക്ക് ആ ഒരു സ്കേർട്ടിൻ്റെ ലൈനിങ് ക്ലോത്ത് ആയിരിക്കും കാണുന്നത്. ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ കറക്റ്റ് തയ്യൽ തുമ്പ് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് പിന്നൂത്തി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് പറഞ്ഞു പോകുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ യോക്കിൻ്റെ രണ്ട് സൈഡിൽ വരുന്ന ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ അത് സ്കേർട്ടിൻ്റെ രണ്ട് സൈഡിലേക്കും കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലെ പിന്നൂത്തി നിങ്ങൾ നോക്കുക, എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു യോക്ക് പീസും സ്കേർട്ടുമായിട്ട് ഇതേപോലെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം, അതായത് ലൈനിങ് ക്ലോത്ത് ഒന്ന് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും അടിവശം ഒന്ന് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചു കൊടുക്കുക. അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ ചെയ്തെടുത്തേക്കുക. വീഡിയോയ്ക്ക് ലെങ്ത് ഒരുപാട് കൂടിപ്പോവും. അതിനുശേഷം എക്സ്ട്രാ വന്ന തുണിയിൽ ഞാൻ ഒരു ഷോളും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഷോൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫൈനലായിട്ടുള്ളൊരു ലുക്ക് ഇതാണ് കേട്ടോ. സ്കേർട്ടിൻ്റെ അടിവശത്തും അതുപോലെ തന്നെ ഷോളിൻ്റെ 4 സൈഡിലും ഇതേപോലെ അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് 2 ഇഞ്ച് വിഡ്ത്തിന് ഇതേപോലെ കുഞ്ഞ് ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതോടെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്. 8 വയസ്സ് കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ പോട്ട്ലി ബട്ടൺസും കൂടെ വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാനും മറക്കല്ലേ.